യുദ്ധോപകരണങ്ങൾ യഥേഷ്ടം വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിൽ ലോകത്താകെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്പം നോക്ക്, ഉക്രൈൻ റഷ്യ യുദ്ധം ഏതാണ്ട് 2 വർഷക്കാലമായി അല്ലേ? 2 വർഷക്കാലമായി. യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ പരിശ്രമം അത് റഷ്യയിൽ അസ്ഥിരത സൃഷ്ടിക്കും, റഷ്യയുടെ സുരക്ഷിതത്വത്തിന് അപകടമാണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ പങ്കെടുക്കുന്നതിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം, നിയന്ത്രണം, അവരുടെ ഈ തരത്തിലുള്ള താല്പര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ റഷ്യ വന്നു. ഇപ്പോൾ 2 വർഷക്കാലമായി ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക സൈനികവുമായിട്ടുള്ള പിന്തുണയാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം ബ്രിട്ടൻ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക 2 വർഷക്കാലമായി യുദ്ധം തുടരുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ യുദ്ധോപകരണങ്ങൾ നല്ലതുപോലെ വിറ്റഴിക്കാൻ ഇടയാകുന്ന ആ സാഹചര്യം വന്നിട്ടുണ്ട്. മറ്റൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രയേൽ പാലസ്തീൻ. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇസ്രയേൽ പാലസ്തീനെതിരായി നടത്തുന്ന ആക്രമണത്തിനെതിരായി